IC ബാലകൃഷ്ണൻ. സർ, ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിരവധി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അനിൽകുമാർ MLA സൂചിപ്പിച്ചതുപോലെ പല ആസ്പത്രികൾ അത് നിഷേധിക്കപ്പെടുകയാണ്. കാരണം അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുള്ള ഹോസ്പിറ്റലുകളിൽ 1500 കോടി രൂപ ഗവൺമെൻറ് കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞു 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട്. അതിൽ ധനവകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 92 കോടി രൂപ, അതിൽ നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത്. കഴിഞ്ഞ ദിവസം 92 കോടി രൂപ നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ട് പോവുകയാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മാനന്തവാടിയിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു. സാർ, അദ്ദേഹം അവിടെ കുറിച്ച് വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട്. സാർ, അദ്ദേഹം പറഞ്ഞത് മഴ എൻ്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. സാർ, ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല. സാർ, ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ്. സാർ, കുത്തഴിഞ്ഞ അവസ്ഥയാണ്. ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ്. സാർ, ചാലക്കുടിയിലെ ഒരു റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ്. ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ്. സാർ, ചികിത്സാ ചെലവിൻ്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് UDF കാലത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. സാർ, കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രിയുണ്ട്. സാർ, 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. സാർ, 4000 കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷനാണ് സാർ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെൻറ്റേഴ്സിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ കാർഡിയാക് ടീം നടത്തി. സാർ, ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം. കാരണം തൃശ്ശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. സാർ, ഞാൻ പറയുന്നത് സാമ്പിൾ സർവേ റിപ്പോർട്ട്. സാർ, ആ കാലത്തെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ച് എനിക്ക് മറുപടി പറയാനില്ല. സാർ, ഞാൻ പറഞ്ഞത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ റിപ്പോർട്ട്. നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. സാർ, ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് അതായത് 2 കാര്യങ്ങളാണല്ലോ സാർ. സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ. ഈ മാറ്റമുണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. SHA സ്ഥാപിച്ചത് 2019 2020-21 മുതൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അന്ന് UDFന്റെ കാലത്ത് 30,000 രൂപയായിരുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ. കാരണം ഇതിൽ ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല, ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. 30,000 രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന്. സാർ, ഇന്ന് എത്രയാണ് ഒരു വർഷം? 5 ലക്ഷം രൂപയാണ്. സാർ, 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത്. സാർ, ഈ നാഷണൽ സ്റ്റാറ്റിസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ 2015-16 സാർ 17,000 രൂപയായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. നഗരമേഖലയിൽ 23,000 രൂപ. ഇന്ന് 2024 കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ 13,000 രൂപയായി. 10,000 രൂപ കുറഞ്ഞു. സാർ, കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ, ഞാൻ കാത്തലാബിൻ്റെ കാര്യം പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ 6 ലക്ഷം രൂപയായിരുന്നത് തൃശ്ശൂർ കാത്തലാബിൽ സൗജന്യമായി ചെയ്യുന്നു. കാസ്പിലുള്ളവർക്ക്, പുറത്തുള്ളവർക്കോ കാർഡില്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് 2 സ്റ്റെന്റ് ആണെങ്കിൽ 1,20,000 രൂപ, ആ നിലയിൽ ചെയ്യുന്നു. സാർ, ഇതാണ് മാറ്റം. തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്.